പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നു നീ. നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അവിടെ സ്പർശിക്കുന്നതാണ് പ്രാർത്ഥന. എന്റെ കാല് ഭൂമിയിലായിരിക്കും, പക്ഷെ എന്റെ കൈകൾ സ്പർശിക്കുന്നത് സ്വർഗത്തിലാണ്. That is prayer. Hallelujah. Prayer is I'm standing here and touching there. And prayer is I'm standing now and I am effectively touching the then. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് വരാൻ പോകുന്ന കാര്യങ്ങളെ സ്പർശിക്കുന്നതാണ്. And effectively touching. എന്താ, വെറുതെ ഒന്ന് തൊട്ടുപോവുകയല്ല. എന്റെ സ്പർശനം, എന്റെ പ്രാർത്ഥന ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ, ഭാവിയെ പോലും ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ പ്രയറിന്റെ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആ മാഹാത്മ്യത്തെക്കുറിച്ച്, വലിമയെക്കുറിച്ച്, അല്ലെങ്കിൽ അതിന്റെ ഗ്രേറ്റ്നെസ് എത്ര വലുതാണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയാൻ വേണ്ടി ഈ ക്ലാസ്സിലൊക്കെ വാസ്തവത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന അതാണ്. വാട്ട് ഈസ് പ്രയർ ആൻഡ് ഹൗ ഗ്രേറ്റ് ഗോഡ് ഹാസ് ഗിവൺ us the privilege to pray and enter into his world. അവന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം തന്നിരിക്കുന്ന ആ സാഹചര്യത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു സമയം എന്ന നിലയിൽ നമ്മൾ ഇതിനെ കണ്ടാൽ മതി. ഞാൻ ഈ ദൃശ്യ ലോകത്ത് നിന്നുകൊണ്ട് അദൃശ്യമായ ദൈവത്തിന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത്. എനിക്ക് കാണാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ എനിക്ക് വേറെ ആവശ്യമൊന്നുമില്ല. ഐ ക്യാൻ സീ ദ തിങ്സ്. കലൂര് ബസ് സ്റ്റാൻഡ് എനിക്ക് കാണണമെങ്കിൽ കണ്ണു തുറന്നാൽ മതി, കാണാൻ പറ്റും. പക്ഷെ ഞാൻ കണ്ണു തുറന്നാൽ എനിക്ക് അദൃശ്യ ലോകം കാണാൻ പറ്റത്തില്ല, ആത്മീയ ലോകം കാണാൻ പറ്റത്തില്ല. എനിക്കിവിടെ ഇരിക്കുന്ന നിങ്ങളെ കാണാൻ എൻ്റെ കണ്ണു തുറന്നാൽ മതി. പക്ഷെ നിങ്ങളുടെ ഭാവിയെ കാണണമെങ്കിൽ, അല്ലെങ്കിൽ കൊച്ചിയുടെ ഭാവി എന്താണെന്ന് അറിയണമെങ്കിൽ എനിക്ക് പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും, അറിയാൻ പറ്റത്തില്ല. പക്ഷേ പ്രാർത്ഥന എന്താണ്? ഐ എം സ്റ്റാൻഡിങ് ഹിയർ ആൻഡ് ടച്ചിങ് ദെയർ, ആൻഡ് ഐ എം സ്റ്റാൻഡിങ് ഹിയർ ആൻഡ് ഐ എം സ്റ്റാൻഡിങ് ഹിയർ നൗ ആൻഡ് ഐ എം ടച്ചിങ് ദ ദെൻ ഓർ ദ കമ്മിങ് ഡേയ്സ് ഓർ ദ ഫ്യൂച്ചർ. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ നിന്നുകൊണ്ട് ഭാവിയെ ചലിപ്പിക്കുന്ന ഒരു വലിയ പ്രവൃത്തിയാണ് പ്രാർത്ഥന എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാലുകൾ നിലത്തും തല സ്വർഗത്തിലുമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാന കാര്യം, യേശു പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 17 വേഴ്സ് 20. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നോക്കുക, വിശ്വസിച്ചവർക്ക് വേണ്ടി മാത്രമല്ല അവൻ അവിടെ അപേക്ഷിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, I do not pray for these only, but also for those who believe in me through their word. ഇവരുടെ വചനം കൊണ്ട്, ഇവരുടെ പ്രഘോഷണം കൊണ്ട് വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ ഞാൻ എന്ത് ചെയ്യുകയാണ്? അപേക്ഷിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ട്രാൻസെൻഡ്സ് ടൈം. നമ്മുടെ വർത്തമാന കാലത്തെയും കടന്നു പോകുന്നതാണ് പ്രാർത്ഥന. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നത് ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർ മാത്രമൊന്നുമല്ല, ഇനി ജീവിക്കാനിരിക്കുന്നവരോട് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ചിലപ്പോഴല്ല അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഇന്നുള്ള അനുഗ്രഹമൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരെങ്കിലും പ്രാർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, നമുക്കറിയത്തില്ല. ഒരുപക്ഷെ കേരളത്തിന് വേണ്ടിയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ കൊച്ചി പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ആളുകൾ കാണുമായിരിക്കും, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ആളുകൾ കാണും. ഇന്ത്യക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ഒരുപക്ഷെ 300-400 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് മിഷണറിമാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ വെസ്റ്റേൺ വേൾഡിലും മറ്റും കിട്ടിയ കാലഘട്ടത്തിൽ അവിടെയുള്ള ഭക്തന്മാരായ ആളുകൾ പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ് ഇന്ത്യൻസിന് വേണ്ടി. ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി അനേകർ കർത്താവിനെ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ പ്രാർത്ഥന ട്രാൻസെൻഡ്സ് അവർ പ്രസന്റ് ടൈം. ഇപ്പോഴത്തെ കാലഘട്ടത്തെ കടന്നു പോകുന്നതാണ്, ഭാവിയിലേക്ക് പ്രവേശിക്കുന്നതാണ്, പോകുന്നതാണ്. നമ്മളുടെ ഈ കാലഘട്ടത്തിലെ അനുഗ്രഹം തന്നെ ഒരു പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പ്രാർത്ഥനയുടെ അനന്തരഫലമായിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ പ്രാർത്ഥനയ്ക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഒരുക്കി ചെല്ലണ്ട, അല്ലെങ്കിൽ ഒരുക്കി ചെല്ലുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കാനായിട്ട് ആരെയും പ്രത്യേകിച്ച് വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല.
മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റു മതങ്ങളിലുള്ള ആളുകൾക്കൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ അവരുടെ ദൈവത്തിന്റെ സമയമൊക്കെ നോക്കി വേണം പ്രാർത്ഥിക്കാൻ, ഇല്ലേ? ആ ദൈവം ഉറങ്ങുകയാണോ, ആ ദൈവം ഇപ്പോൾ അവിടെ ഉണ്ടോ, അതോ അവിടുന്ന് വേറെ വല്ലയിടത്തും യാത്ര പോയിരിക്കുകയാണ്, ഇതൊക്കെ അന്വേഷിക്കണം. പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ അടുത്തോട്ട് പോകാനായിട്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ന് തന്നെയല്ല, നമ്മളെ കാത്തിരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, ആ കാത്തിരിക്കുന്ന ദൈവത്തെ എങ്ങനെയാണ് ആ ദൈവം നമുക്ക് നമ്മളോട് ഇടപെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും വളരെ രസകരമാണ്. പുതിയ നിയമത്തിൽ നമ്മൾ കടന്നു ചെല്ലുന്ന ദൈവാസനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് കൃപാസനം എന്നാണ്. അതായത് നമ്മളെ ഈ കാലയളവിൽ ദൈവം നോക്കിയിരിക്കുന്നത് എന്ത് മനോഭാവത്തോടെയാണെന്ന് ചോദിച്ചാൽ കൃപയോടെയാണെന്നാണ്. അല്ലാതെ ദേഷ്യപ്പെട്ടിരിക്കുമൊന്നും അല്ല ദൈവം. God is merciful. We are going to the mercy seat. ഇല്ലേ? നമ്മൾ എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. നോക്കുക, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനും, രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നത്, കരുണ, കൃപ. ഈ രണ്ട് വാക്കുകളും വളരെ പ്രസക്തമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അത്യന്താപേക്ഷിതമാണ്. ആദ്യത്തെ വാക്ക് കരുണ, മേഴ്സി. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള സ്വാഭാവിക യോഗ്യതകളൊന്നുമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിലോട്ട് ചെന്ന് നിൽക്കാൻ തന്നെ നമുക്ക് എന്തുണ്ടല്ലേ പറ്റുള്ളൂ? കരുണയുണ്ടല്ലേ പറ്റുള്ളൂ. രണ്ട്, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് കൃപയാണ്. അപ്പൊ ദൈവത്തിന്റെ മുമ്പിലോട്ട് കയറി നിൽക്കാൻ തന്നെ നമുക്ക് കരുണ വേണം, ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ കൃപയും വേണം. പക്ഷെ ഇത് രണ്ടും കൂടെ തരാനായിട്ട് ഒരു സിംഹാസനം ദൈവം അവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തക്ക സമയത്ത് സഹായത്തിനുള്ള, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. നോക്കുക, കരുണ ലഭിക്കേണ്ടതിന് കൃപാസനത്തിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലുക. അപ്പോൾ അവിടെ ഈ കൃപയുടെ വാതിൽ നമുക്ക് വേണ്ടി എപ്പോഴും തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഓപ്പൺ 24 hours. നമ്മൾ സാധാരണ കസ്റ്റമർ കെയറിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് 24/7. ദാറ്റ് മീൻസ് യു ക്യാൻ കോൾ എനി ടൈം. വെറുതെയാണ്, ചിലപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ വിവരം അറിയത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ ഏത് കസ്റ്റമർ കെയർ അടച്ചു കഴിഞ്ഞാലും അവിടെ മറ്റേയൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ക്യൂവിലാണ് അല്ലെ, വെയിറ്റ് ചെയ്യുക, ക്യൂവിലാണ് വെയിറ്റ് ചെയ്യുക, ക്യൂവിലാണ് വെയിറ്റ് ചെയ്യുന്ന 12 പ്രാവശ്യം പറഞ്ഞ് ചിലപ്പം ക്ലോസ് ചെയ്തെന്നിരിക്കും. പക്ഷേ ഇവിടെ ആരും ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. 24 hours ഈ മേഴ്സി സീറ്റ് നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കരുണയ്ക്കായി അപേക്ഷിക്കേണ്ടതിന്, തക്ക സമയത്ത് കരുണ ലഭിക്കേണ്ടതിന് കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാനായിട്ട് നമുക്ക് ദൈവം അവകാശത്തെ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവം എന്താണ് നമുക്ക് എപ്പോഴും അവന്റെ അടുത്തേക്ക് ചെല്ലാനുള്ള അവകാശത്തെ നൽകിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ദൈവം, ഞാൻ പറഞ്ഞല്ലോ, അത് ദൈവം തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ടാണ്. യെശയ്യാപ്രവചനം 30-ാം അധ്യായം അതിന്റെ therefore the Lord waits to be gracious to you, therefore he exalts himself to show mercy to you, for the Lord is God of justice. He is longing or he is waiting. വായിക്കാം. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും, അത് കേൾക്കുമ്പോൾ തന്നെ അവന് ഉത്തരമരുള്ളൂ. അതുകൊണ്ട് എന്താണ് നമ്മൾ അവിടെ പറയുന്നത്? എന്താണ്? നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിൽ അവൻ നിശ്ചയമായും കരുണ തോന്നും. വളരെ വളരെ പോസിറ്റീവായിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമാണ്. അവന് കരുണ തോന്നാതിരിക്കത്തില്ല, കരുണ തോന്നും എന്നുള്ളതിനകത്ത് പറയുന്ന നിശ്ചയമായും എന്നുള്ള വാക്കാണ്. അല്ലാതെ തോന്നിയേക്കും എന്നല്ല, നിങ്ങളുടെ കരച്ചിലിന്റെ സമയത്ത് അവന് നിശ്ചയമായും കരുണ തോന്നും എന്നാണ് പറയുന്നത്. കരുണ കാണിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവനായ ഒരു കർത്താവ്. അതാണ് നിങ്ങളുടെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും സ്ഥാനത്ത് നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ 33-ാം അധ്യായത്തിന്റെ യെശയ്യാപ്രവചനത്തിന്റെ തന്നെ 33-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, ഞങ്ങളോട് കൃപയുണ്ടാകണമേ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു, രാവിലെ തോറും നീ അവർക്ക് ഭുജവും കഷ്ടകാലത്ത് ഞങ്ങൾക്ക് രക്ഷയുമായിരിക്കണമേ. നോക്കുക, ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി കരുണ കാണിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവനായ ഒരു കർത്താവ്. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന കാര്യം തന്നെ. പ്രാർത്ഥന ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ദൈവം നമ്മളെ നോക്കിയിരിക്കുകയാണ്, നമ്മൾ അങ്ങോട്ട് ചെല്ലാനായിട്ട് നോക്കിയിരിക്കുകയാണ്. ദൈവമാണ് അത് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെ അവന്റെ ലോകത്തിലേക്ക് ദൈവം ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കയറി ചെല്ലാം. ഒരാളുടെ വീട്ടിലേക്ക് നമുക്ക് കയറി ചെല്ലണമെങ്കിൽ അദ്ദേഹം ക്ഷണിച്ചില്ലെങ്കിൽ നമുക്ക് എന്താണെങ്കിലും അതിൻ്റെ അകത്തോട്ട് വൈക്ലഭ്യമൊക്കെ ഉണ്ട്. പക്ഷേ ദൈവത്തിന്റെ അടുത്തോട്ട് ചെല്ലാൻ യാതൊരു വൈക്ലഭ്യത്തിന്റെയും ആവശ്യമില്ല. കാര്യം ദൈവം തന്നെ നമ്മളെ അങ്ങ്
ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് തന്നെയല്ല, കൃപാസനം 24 hours എന്താ അവൻ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുകയാണ്, തുറന്നിട്ടിരിക്കുകയാണ്. നമുക്ക് എപ്പോഴും വേണമെങ്കിലും കയറി ചെല്ലത്തക്ക രീതിയിൽ നമ്മളോട് കരുണ കാണിക്കാൻ അവൻ കാത്തിരിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഈ പ്രാർത്ഥനയ്ക്കായി നമ്മൾ അവന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നത് ഇറ്റ് ഷുഡ് ബി സ്പോണ്ടേനിയസ്. അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു കാര്യമായിരിക്കണം. നിസ്സഹായതയിൽ നിന്ന് മാത്രമായിരിക്കരുത് പ്രാർത്ഥന. പക്ഷെ നിസ്സഹായതയിൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് സ്പോണ്ടേനിയസ് ആയിരിക്കും. വേറെ ഗതിയില്ലാത്തൊരു സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നതും അല്ലാത്ത പ്രാർത്ഥനയിൽ നമ്മൾ ഒത്തിരി വ്യത്യാസമുണ്ട്. അല്ലാത്ത സമയത്തും പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് ശരിയായ പ്രാർത്ഥന, തീർച്ചയായിട്ടും അതെ. പക്ഷേ നിസ്സഹായതയുടെ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചു പോകും. അങ്ങനെ പ്രാർത്ഥിക്കാൻ ചെന്ന് കഴിഞ്ഞാലും ദൈവം തീർച്ചയായിട്ടും കേൾക്കും, ഇല്ലെന്ന് പറയുന്നില്ല. ഞാനൊരു സ്റ്റോറി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു സാർജന്റ് ഒരു യുദ്ധഭൂമിയിൽ യുദ്ധത്തിന്റെ ഇടയ്ക്ക് ഒരു സർജന്റ് അവിടുത്തെ പട്ടാളക്കാർക്ക് ഇങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത കൂട്ടത്തില് ആരോ ഒരാളിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ യെസ് വി നീഡ് ടു പ്രേ എന്ന് പറഞ്ഞപ്പോഴത്തെ കൈക്ക് ഭയങ്കര ദേഷ്യം വന്നു. വാട്ട് ഡിഡ് യു സേ? We are not here to pray. We are here for battle. We are here for warfare. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കാനൊന്നുമല്ല വന്നിരിക്കുന്നത്, ഇവിടെ യുദ്ധം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. I don't believe in prayer. I am an atheist. I don't believe in God എന്നൊക്കെ പറഞ്ഞു പുള്ളി വലിയ ഭയങ്കര ചാട്ടം. യുദ്ധം ചെയ്യേണ്ട സമയത്ത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് പ്രാർത്ഥന, ഞാൻ നിരീശ്വരവാദിയാണ്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കത്തില്ല, ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങളോട് യുദ്ധം ചെയ്യാനാണ്, പോരാടാനാണ് എന്നൊക്കെ വലിയ കാര്യമായിട്ട് പറഞ്ഞു. അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞ് പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നറിയാമോ? പിറ്റേ ദിവസം ഭയങ്കരമായിട്ട് ഈ ഷെല്ല് വർഷിക്കുകയാണ്. ഷെല്ലിങ്ങനെ വർഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും താഴെ ഈ ബങ്കറിനകത്തേക്ക് കുനിഞ്ഞ് കയറി ഇറങ്ങി മോളിലിങ്ങനെ ഷെല്ല് വെതറി ശത്രു വിമാനങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഈ ബങ്കറിനകത്ത് നോർമലി പട്ടാളക്കാർ പറയാറുള്ളത് ഇതിന് ഫോക്സ് ഹോൾ എന്നാണ് പറയാറുള്ളത്, ഫോക്സ് ഹോൾ. അപ്പൊ ഈ ബങ്കറിനകത്ത് ഇവരിങ്ങനെ മോളിൽ ഇങ്ങനെ ഷെല്ല് വീഴുന്ന ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ വിഷമിച്ച് കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. എന്തോ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ സോൾജിയറും ഈ സാർജന്റും ഒരേ ഫോക്സ് ഹോളിനകത്തായിപ്പോയി. ഇങ്ങേരാണെങ്കിൽ പ്രാർത്ഥനയോട് പ്രാർത്ഥന, ദൈവമേ എൻ്റെ എല്ലാ തെറ്റും പൊറുക്കണേ, കർത്താവേ എന്നെ സഹായിക്കണേ, എങ്ങനെങ്കിലും യുദ്ധത്തെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രാർത്ഥന. അപ്പോൾ ഭയങ്കര പ്രാർത്ഥനയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരൻ ചോദിച്ചു, സാർ ഇന്നലെ പറഞ്ഞത് നിങ്ങൾ നിരീശ്വരവാദിയാ, ദൈവത്തിൽ വിശ്വാസമില്ല, എത്തിസ്റ്റ് ആണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞത്, ഇപ്പൊ എന്നാ നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, സൺ there are no atheists in foxholes. ബങ്കറിനകത്ത് ഒരു നിരീശ്വരവാദിയും ഇല്ല. ബങ്കറിനകത്ത് നിരീശ്വരവാദി ഇല്ല. നിരീശ്വരവാദം എവിടെ ഉള്ളൂ? ബങ്കറിന്റെ മുകളിലേ ഉള്ളൂ. അപ്പൊ നിസ്സഹായതയുടെ സമയത്ത് എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിച്ചു പോകുന്നു. അപ്പോൾ നിസ്സഹായതയുടെ സമയത്ത് മാത്രം പ്രാർത്ഥിക്കുന്നതല്ല പ്രാർത്ഥനയെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള കാഴ്ചപ്പാട്. പക്ഷേ ആ സമയത്താണെങ്കിലും നമുക്കെന്താണ്? പ്രാർത്ഥന സ്പോണ്ടേനിയസ് ആയിട്ട് വരണം. നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയത്ത് എല്ലാ വഴികളും അടയുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കത്തില്ല. അത് നമ്മുടെ ഒരു പ്രധാനം. നമ്മൾ എല്ലാ പണിയും നോക്കും, എല്ലാ പണിയും നോക്കി പറ്റിയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് എന്ത്? പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കത്തില്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അത്രയും സമയം കളയാതെ ഇച്ചിരി നേരത്തെ പ്രാർത്ഥിക്കുന്ന അല്ലായിരുന്നോ നല്ലതെന്ന് നമ്മൾ ചിലപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ട്. ഒരു സ്ത്രീയുടെ ഒരു സ്റ്റോറി ഇങ്ങനെ ഉണ്ട്. അവൾ നമ്മുടെ മലയാളീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാപ്പി ഉണ്ടാക്കാനായിട്ട് വെള്ളം ഗ്യാസേൽ വെച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുറച്ചാൾ മുമ്പത്തെ സ്റ്റോറിയാണ്. ഈ സ്ത്രീ തന്നെ പറഞ്ഞതാണ്. അവര് വെള്ളം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ വന്നപ്പം ഹൈസ്കൂളിൽ പഠിക്കുന്ന മോന് പനിയാണെന്ന് പറഞ്ഞാൽ വന്നത്. അപ്പം അടുത്ത് തന്നെയാ. അവരെന്ത് ചെയ്യുന്നറിയാം? പെട്ടെന്ന് ഗരാജിൽ നിന്ന് കാർ അങ്ങോട്ട് ഇറക്കി 2 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ മതി, അവിടെ ചെന്നിട്ട് ഇവനെ കൊണ്ടുവന്നിട്ട് അപ്പോഴത്തേക്ക് വെള്ളം തിളയ്ക്കത്തേ ഉള്ളൂ എന്ന് വെച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെറുക്കനെ എണീക്കാനും വയ്യ, നിൽക്കാനും വയ്യ, കിടക്കാനും വയ്യ, വല്ലാത്ത സ്റ്റേജിലാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ടീച്ചർ പറഞ്ഞു ഇവനെ കൊണ്ട് പെട്ടെന്ന് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവരവിടെ നിന്ന് നേരെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുക. അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു, അയ്യോ ഇത് ഇവനെ ഭയങ്കര ഇതാണ്, ഇവനെ ഉടനെ തന്നെ ഈ മരുന്ന് കൊടുക്കണം, ഫാർമസിയിൽ നിന്ന് ഈ മരുന്ന് വാങ്ങിക്കുക, അതിനു മുമ്പ് ഇവനെ എവിടെയെങ്കിലും കിടത്ത്, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഇവനെ കിടത്ത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ മോനെ വീട്ടിൽ കൊണ്ടുപോയി കട്ടിലൊക്കെ കിടത്തി പുതപ്പിച്ചേച്ച ഇവർ പെട്ടെന്ന് വെള്ളത്തിൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി. നേരെ ഫാർമസി പോകാനായിട്ട് പിന്നെയും കാറെടുത്ത് ഫാർമസി ചെന്ന് മരുന്ന് വാങ്ങിച്ച് തിരിച്ച് കാറിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് കാറിൻ്റെ കീ അകത്തിട്ട് ലോക്ക് ചെയ്തിരിക്കുക. പഴയ കാറാണ്, ഇപ്പോഴത്തെ പോലെ കീക്കി അടിക്കുന്ന കാറൊന്നുമല്ല. അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്ത് ചെയ്യും? വല്ലാതെ വിഷമിച്ചു. അപ്പോൾ അടുത്തൊരു മൊബൈൽ ഫോണൊന്നുമില്ല,
അടുത്ത ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ കയറിയിട്ട് പെട്ടെന്ന് മോനെ തന്നെ വിളിച്ചു, മോനേടാ ഇങ്ങനെ പറ്റി, എന്തുവാ ചെയ്യണ്ടേ? അവൻ കട്ടിലേന്ന് ഒരു രീതിയിൽ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, മമ്മി അവിടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ നിന്ന് വല്ലതും ഈ വയർ ഹാങ്ങർ ഉണ്ടല്ലോ, നമ്മൾ ഈ ഡ്രൈ വാഷ് ചെയ്യുമ്പോഴൊക്കെ അവർ തരുന്ന രീതിയിലുള്ള കനം കുറഞ്ഞ വയർ ഹാങ്ങർ കിട്ടും, അത് വല്ലതും കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റിയേക്കുമെന്ന് പറഞ്ഞു. ഇവർ ഫോൺ നിർത്തിയിട്ട് നേരെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ചെന്നപ്പോൾ അവിടെ ഒന്നും വയർ ഹാങ്ങറൊന്നുമില്ല, അവിടെ എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെയും പുതിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സംഭവം ഇവർ ഗോഡൗണിൽ എങ്ങാണ്ട് പോയി ഒരു വയർ ഹാങ്ങർ വാങ്ങിച്ചുകൊണ്ട് പിന്നെയും ഈ കാറിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ചിന്തിച്ചത്, ഇതുകൊണ്ട് എന്തോ ചെയ്യേണ്ടതെന്ന് ഇവർക്ക് അറിയത്തില്ല. മോനെ തന്നെ വിളിച്ച് നോക്കാമെന്ന് വെച്ച് ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ഫോൺ കട്ടായി പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഡെഡായി. അപ്പോൾ ചെറുക്കനെ കിട്ടുന്നില്ല. അപ്പോൾ അടുപ്പത്ത് ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുകയാണ്, ചെറുക്കൻ റൂമിൽ എണീക്കാൻ വയ്യാതെ കിടക്കുകയാണ്, കയ്യിൽ മരുന്നിരിപ്പുണ്ട്, കയ്യിലൊരു വയർ ഹാങ്ങറുമായിട്ട് കാറും അടഞ്ഞ് താക്കോലകത്ത് കിടക്കുകയാണ്. അന്നേരം അവർ പറഞ്ഞു, ദൈവമേ നീ എന്നെ സഹായിച്ചാലേ പറ്റുള്ളൂ, ലോർഡ് ഹെൽപ്പ് മീ, സെൻഡ് സംബഡി, ആരെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടണേ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഒരു ചെറുക്കൻ ജീൻസും ഒക്കെ ഇട്ട് വീതുളി കൃതാവും ഒക്കെ വെച്ച് ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് കുലുങ്ങി പാട്ടുമൊക്കെ പാടിക്കൊണ്ട് വരുന്നു. എടാ ഇവനെയാണോ എനിക്ക് കിട്ടിയത്? എന്താണെങ്കിലും ഇവനോട് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. മോനെ നീ ഒന്ന് നിൽക്കണേ, ഈ വണ്ടി ഇത് അകത്ത് വെച്ച് ഞാനിത് അടച്ചുപോയി, അതുകൊണ്ട് നീ എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഈ ചെറുക്കൻ ചോദിച്ചു, മാഡം എവിടെയാ, കാർ എവിടെയാ, ഏത് കാറാ? എന്ന് പറഞ്ഞു, ഇതാ കാറ്. 3 സെക്കൻഡ് കൊണ്ട് ഇവൻ ഈ കാറ് തുറന്നു. ഇവനെ കെട്ടി അങ്ങ് പിടിച്ചു. മോനെ ദൈവം അയച്ചതാ നിന്നെ, എനിക്ക് പൂർണ്ണമായും ബോധ്യമുണ്ട് നീ നല്ലൊരു വിശ്വാസി, അല്ലെങ്കിൽ നീ ഇത് ഇത്രയും ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞു, മാഡം ഞാൻ അത്ര നല്ല വിശ്വാസിയൊന്നും അല്ല, ഐ എം എ ബാഡ് ഗായ്, ഐ ജസ്റ്റ് കെയിം ഔട്ട് ഓഫ് ദ പ്രിസൺ. ഞാൻ ജയിലിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എന്തിന്? ഞാനൊരു കാർ തീഫാ, കാർ മോഷണത്തിന് ജയിലിൽ പോയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇവനെ പിന്നെയും കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, താങ്ക് ഗാഡ്, ഗാഡ് ഈസ് ബ്ലെസ്ഡ്, when I needed somebody he sent me a professional. കർത്താവേ നിനക്ക് നന്ദി, ഏതാണ് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ നീ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളെ തന്നെ അയച്ചു തന്നല്ലോ, ഇല്ലേ? പക്ഷെ കുറച്ചുകൂടി നേരത്തെ പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ പെട്ടെന്ന് ഈ മരുന്ന് കൊണ്ട് കൊടുക്കായിരുന്നു. അതങ്ങനത്തെ കാര്യം. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ, സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ, സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ, നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ നേർക്കുനി തന്നുവല്ലോ, നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ നേർക്കുനി തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന, കേൾക്കണേ